മോഷൻ ഇൻ വൺ ഡയമെൻഷൻ എന്ന് പറയുന്ന പാഠമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്ന് പറയുന്നത് നിശ്ചലമായിരിക്കുന്ന ഒരു വസ്തുവിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം ചലിക്കുന്ന സമയത്താണ് വസ്തുവിന് വേഗത ഉണ്ടാകുന്നത്. അതുപോലെ അത് ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെന്റ് എന്ന ക്വാണ്ടിറ്റീസ് നമുക്ക് ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത് വസ്തു ചലിക്കുന്ന സമയത്താണ്. ഇനി അതുപോലെ തന്നെ ചലിക്കുന്ന വസ്തുവിന്റെ വേഗത വ്യത്യാസപ്പെടാം. അപ്പോൾ തന്നെ വെലോസിറ്റി മാറുന്ന അവസ്ഥ വരുന്നു. അങ്ങനെ വെലോസിറ്റി മാറുന്ന അവസ്ഥയെ നമ്മൾ ആക്സലറേഷൻ എന്നും വെലോസിറ്റി കുറഞ്ഞു വരുന്ന അവസ്ഥയെ നമ്മൾ റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ഡീസലറേഷൻ എന്നും പറയുന്നതായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഒരു യൂണിഫോം മോഷൻ ആണെങ്കിൽ ആ വസ്തുവിൻ്റെ സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെന്റ് കാണാൻ വേണ്ടി നമ്മൾ വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന പ്രോഡക്റ്റ് മാത്രം എടുത്താൽ മതി. നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ ആക്സലേറ്റർ മോഷൻ ആണെങ്കിൽ നമുക്കൊരിക്കലും വെലോസിറ്റി ഇൻറ്റു ടൈം എടുക്കാൻ പറ്റില്ല. കാരണം എന്താണ്? വെലോസിറ്റി കൂടിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ വെലോസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വെലോസിറ്റിയുടെ മൂല്യം വ്യത്യാസപ്പെടുന്നുണ്ട്, വെലോസിറ്റിയുടെ വാല്യൂ വ്യത്യാസപ്പെടുന്നുണ്ട്. അങ്ങനെ വെലോസിറ്റിയുടെ വാല്യൂ വ്യത്യാസപ്പെടുകയാണെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ ആവറേജ് വെലോസിറ്റി എടുക്കേണ്ടതായിട്ടുള്ളൊരു അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം, അത് പ്രകാരമാണ് നമ്മൾ S=ut + ½ at² എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടിയത്. ഇന്ന് നമുക്ക് അതേ ഒരു ഐഡിയ ഉപയോഗിച്ചിട്ട്, അതേ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ട് മറ്റൊരു സൂത്രവാക്യം നമുക്കിന്ന് പരിചയപ്പെടാം. ഇതെന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ വെലോസിറ്റിയും അതുപോലെ സ്ഥാനവും തമ്മിലുള്ള റിലേഷനാണ്. ഒരു ആക്സലറേറ്റർ മോഷനിൽ ഒരു വസ്തുവിൻ്റെ വെലോസിറ്റിയും സ്ഥാനവും തമ്മിൽ സൂചിപ്പിക്കുന്ന ഒരു പുതിയ സൂത്രവാക്യം നമുക്കിന്ന് പരിചയപ്പെടാം. അതോടൊപ്പം തന്നെ ഒരു വസ്തു സഞ്ചരിക്കുന്ന സമയത്ത് അതിൻ്റെ അവസാനത്തെ സെക്കൻഡിൽ, അതിൻ്റെ യാത്രയുടെ അവസാനത്തെ n സെക്കൻഡിൽ എത്ര ദൂരം യാത്ര ചെയ്തു എന്നതിൻ്റെ ഒരു സൂത്രവാക്യം നമുക്കിന്ന് പരിചയപ്പെടാം. വെൽക്കം ബാക്ക്. മോഷൻ ഇൻ വൺ ഡയമെൻഷൻ എന്ന പാഠത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ പാഠങ്ങളിൽ നമ്മൾ എന്താണ് യൂണിഫോം മോഷൻ എന്ന് കണ്ടു കഴിഞ്ഞു. യൂണിഫോം വെലോസിറ്റി മോഷൻ എന്താണെന്ന് കണ്ടു കഴിഞ്ഞു. യൂണിഫോമിലി ആക്സിലേറ്റർ മോഷൻ എന്താണ് കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ യൂണിഫോം ആക്സിലേറ്റർ മോഷൻ്റെ കേസിൽ വെലോസിറ്റിയും ടൈമും തമ്മിലുള്ള റിലേഷൻ v=u + at എന്ന ഒരു സൂത്രവാക്യം നമ്മൾ കഴിഞ്ഞ ദിവസം നിർദ്ധാരണം ചെയ്തു. ഇനി ആക്സിലേറ്റർ മോഷന്റെ കേസിൽ വെലോസിറ്റി ടൈം റിലേഷൻ ഉള്ളതുപോലെ തന്നെ ദർ ഈസ് എ പൊസിഷൻ ടൈം റിലേഷൻ, ആൻഡ് പൊസിഷൻ ടൈം റിലേഷൻ ഈസ് ഗിവൺ ബൈ S=ut + ½ at², and we have seen the derivation of this equation in the last video. Then the third question is what is the position velocity relation? So there is a position velocity relation for an accelerator motion. So our attempt is to find the expression for the velocity, position velocity relation. So we will derive an equation that will connect position with velocity in the case of an accelerator motion. So here there is a body that moves from, say, A to B. The starting velocity or the initial velocity is u, final velocity is v, and the distance traveled is s. So this is a very similar to a case that we have discussed in the last class for the derivation of S=ut + ½ at². Then, as already stated, this is an accelerator motion. ഇത് ആക്സലേറ്റർ മോഷൻ, അതായത് അതിൻ്റെ വേഗത സ്ഥിരമല്ല, വേഗത മാറുന്ന അവസ്ഥയാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞു വെലോസിറ്റി കൂടുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ എന്ത് പറയാറുള്ളത്? ആക്സലേറ്റർ മോഷൻ എന്ന് പറയാറുള്ളത്. അപ്പോൾ ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി u ആണ്. ഈ വെലോസിറ്റി യുവിൽ നിന്ന് വിയിലേക്ക് മാറി, അഥവാ വെലോസിറ്റി വർദ്ധിച്ചു. വെലോസിറ്റി വർദ്ധിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന മോഷനാണ് എന്ത്? ആക്സലേറ്റർ മോഷൻ. ഇനി അങ്ങനെ വെലോസിറ്റി വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് = ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് എഴുതേണ്ടതായിട്ട് വരും. ഇത് ഒരു യൂണിഫോം വെലോസിറ്റി ആയിരുന്നെങ്കിൽ S=ut, നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞാണ് റിലേഷൻ. S=ut ആണ് യൂണിഫോം വെലോസിറ്റി മോഷന്റെ കേസിൽ നമുക്ക് എടുക്കാവുന്ന ഇക്വേഷൻ.
പക്ഷേ ഇവിടെ യൂണിഫോം വെലോസിറ്റി അല്ല, വെലോസിറ്റി മാറി. ഇവിടെ നമുക്ക് രണ്ട് വെലോസിറ്റികളുണ്ട്, ഒന്ന് യുവും ഒന്ന് വി യു ആണ്. അപ്പോൾ അതുകൊണ്ട് വെലോസിറ്റി ഇൻറ്റു ടൈം എടുക്കാൻ കഴിയില്ല. നമ്മൾ അതിന് പകരം എന്തെടുക്കുന്നു, ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം എടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ക്വാണ്ടിറ്റീസ് ഉണ്ട്, യുവും വിയും. സോ വി ആർ ടേക്കിംഗ് ദി ആവറേജ് ഓഫ് യു ആൻഡ് വി. ദാറ്റ് മീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഈസ് ഈക്വൽ ടു യു പ്ലസ് വി ബൈ 2 ഇൻറ്റു ടി. യു പ്ലസ് വി ബൈ 2 ആണെന്ത്, ആവറേജ് വെലോസിറ്റി. Then from the previous classes we have the equation for acceleration. What is acceleration? Acceleration is equal to v minus u by t. Final velocity minus initial velocity divided by time. Therefore t is equal to v minus u by a എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈ s is equal to u plus v by 2 into t എങ്ങനെ മാറ്റി എഴുതാം? നമുക്കതിനെ യു പ്ലസ് വി ബൈ 2 ഇൻറ്റു ടിക്ക് പകരം വി മൈനസ് യു ബൈ എ എന്നെഴുതാവുന്നതാണ്. ഓക്കെ, ബട്ട് ദിസ് ഈസ് ഓഫ് ദി ഫോം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ. ന്യൂമറേറ്റർ ആയിട്ടുള്ള വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു എന്ന് പറയുന്ന പാർട്ട് ന്യൂമറേറ്റർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോമിലാണ്. And what is a plus b into a minus b? It is a square minus b square. Therefore we can write s is equal to s ൽ v plus u ഉം v minus u നമ്മൾ ഈ a plus b into a minus b ഫോമിലേക്ക് മാറ്റി എഴുതുകയാണ്. അപ്പോഴെങ്ങനെ മാറ്റി എഴുതാം? v square minus u square by 2 into a 2a എന്ന് എഴുതാം. That is s is equal to v square minus u square by 2a എന്ന് നമുക്ക് കിട്ടി. ഓക്കെ, therefore 2as is equal to v square minus u square എന്ന് എഴുതാം. Then we may write v square as what? v square is equal to u square plus 2as. So v square plus 2as is an equation that connect position with the velocity. Okay, position and velocity for an accelerated motion. അപ്പോൾ ഒരു accelerated motion കേസിൽ s എന്ന് വെച്ചാൽ പൊസിഷൻ, അതും വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ ആണെന്ത്, വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് പറയുന്ന ഇക്വേഷൻ. സോ പൊസിഷൻ വെലോസിറ്റി റിലേഷൻ ഈസ് വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അപ്പോൾ ആക്സിലേറ്റർ മോഷൻ്റെ ന്യൂമറിക്കൽ പ്രോബ്ലങ്ങളിൽ വളരെ അധികം ആവശ്യം വരുന്ന 3 ഇക്വേഷനാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. Now we may find an expression for displacement in the nth second. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു വസ്തു 10 സെക്കൻഡ് സമയം കൊണ്ട് അല്ലെങ്കിൽ 5 സെക്കൻഡ് സമയം കൊണ്ട് എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ആണ് സങ്കല്പിക്കുക. അപ്പോൾ 5 സെക്കൻഡ് സമയം കൊണ്ടാണ് ഒരു വസ്തു എയിൽ നിന്ന് മൂവ് ചെയ്തതെങ്കിൽ 5 സെക്കൻഡ് സമയത്തിന് ഡ്യൂറേഷൻ കൊണ്ടാണ് അത് എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ 5ാമത്തെ സെക്കൻഡ്, അതായത് അവസാനത്തെ ഒരു സെക്കൻഡ്, അതാണല്ലോ 5ാമത്തെ സെക്കൻഡ്. ആകെ എടുത്ത സമയം 5 സെക്കൻഡ് ആണെങ്കിൽ അവസാനത്തെ ഒരു സെക്കൻഡ് ആണെന്ത്, 5ാമത്തെ സെക്കൻഡ്. അതുപോലെ ആകെ എടുത്ത സമയം n സെക്കൻഡ് ആണെങ്കിൽ അതിൽ അവസാനത്തെ സെക്കൻഡ് ആണെന്ത്, nth സെക്കൻഡ്. അങ്ങനെ അവസാനത്തെ ആ nth സെക്കൻഡിൽ ഒരു വസ്തു ട്രാവൽ ചെയ്യുന്ന ദൂരം എത്ര, അതാണ് നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത്. സോ ഹിയർ അഗെയിൻ വി ഹാവ് എ ബോഡി സ്റ്റാർട്ടിങ് ഫ്രം എ ടു ബി. ഓക്കെ, ആൻഡ് ദ ഡിസ്പ്ലേസ്മെന്റ് ഈസ് s. ഇനീഷ്യൽ വെലോസിറ്റി u ആണ്, final velocity v ആണ്. So body reaches from a to b in a time interval of n seconds. അപ്പോൾ n സെക്കൻഡ് സമയം കൊണ്ടാണ് വസ്തു എയിൽ നിന്ന് ബിയിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ 5 സെക്കൻഡ് സമയമാണെങ്കിൽ 5 സെക്കൻഡ് സമയം അതൊരു ഡ്യൂറേഷനാണ്. അതുപോലെ n സെക്കൻഡ് സമയം എന്ന് പറയുന്ന ഡ്യൂറേഷനിലാണ് വസ്തു എയിൽ നിന്ന് ബിയിലേക്ക് എത്തിച്ചേരുന്നത്. Now we are defining another point, say c. ഇനി സി എന്നൊരു പോയിന്റ് സങ്കല്പിക്കുക. അപ്പോൾ ഈ വസ്തു എയിൽ നിന്ന് സിയിലേക്ക് എത്തി ശേഷമാണ് ബിയിലേക്ക് എത്തുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇറ്റ് കവേഴ്സ് എ സി ഡിസ്റ്റൻസ് ഇൻ n-1 സെക്കൻഡ്. അപ്പോൾ n സെക്കൻഡ് കൊണ്ടാണ് ഈ വസ്തു എയിൽ നിന്ന് ബിയിലേക്ക് എത്തിയെങ്കിൽ അതിൽ നിന്ന് 1 സെക്കൻഡ് കുറവ് സമയം കൊണ്ടത് എവിടെ എത്തിയിട്ടുണ്ട്, സിയിലെത്തിയിരുന്നാണ് സങ്കല്പം. ഉദാഹരണമായിട്ട് 5 സെക്കൻഡ് സമയം കൊണ്ടാണ് ഇത് ബിയിലെത്തിയതെങ്കിൽ 4 സെക്കൻഡ് സമയം കൊണ്ട് കവർ ചെയ്തത്
സി വരെയുള്ള അകലമാണ്. അപ്പോൾ എ സി എന്ന് പറയുന്ന അകലം കവർ ചെയ്യേണ്ടത് 4 സെക്കൻഡും എ ബി എന്ന് പറയുന്ന സമയം കവർ ചെയ്യേണ്ടത് 5 സെക്കൻഡുമാണ്. ഓക്കെ, എ സി 4 സെക്കൻഡ് സമയം കൊണ്ടും പിന്നെ സിയിൽ നിന്ന് ബിയിലേക്ക് 1 സെക്കൻഡ്, അങ്ങനെ ആകുമ്പോൾ എത്രയായി? എ ബി കവർ ചെയ്യാൻ എടുക്കുന്ന സമയം 5 സെക്കൻഡുമാണ്. അപ്പോൾ അവസാനത്തെ 1 സെക്കൻഡ് എന്ന് പറയുന്നത് സിയിൽ നിന്നും ബിയിലേക്ക് യാത്ര ചെയ്യാൻ എടുക്കുന്ന സമയമായിരിക്കും അല്ലേ? അതാണ് അവസാനത്തെ, അതായത് 5 സെക്കൻഡ് ആണെങ്കിൽ അവസാനത്തെ 5ാമത്തെ സെക്കൻഡ്, n സെക്കൻഡ് ആണെങ്കിൽ nth സെക്കൻഡ് എന്ന് പറയുന്നത് ആ സമയമാണ്. ഓക്കെ, അത് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഉദാഹരണം സങ്കല്പിക്കാം. സപ്പോസ് എ ബി = 10 മീറ്റർ ഇൻ 5 സെക്കൻഡ്. അപ്പോൾ എ ബി എന്ന് പറയുന്ന ദൂരം ഇത് സഞ്ചരിക്കുകയാണെങ്കിൽ 5 സെക്കൻഡ് സമയം കൊണ്ട് 10 മീറ്റർ കവർ ചെയ്യുന്നു. എ സി 8 മീറ്ററേ ഉള്ളൂ. ആ 10 മീറ്റർ കവർ ചെയ്യുന്ന സമയത്ത് എ സി 8 മീറ്റർ ഉണ്ട്. അപ്പോൾ 8 മീറ്റർ സമയം അല്ലെങ്കിൽ 8 മീറ്റർ ദൂരം കവർ ചെയ്യാൻ 4 സെക്കൻഡ് മതി. ഓക്കെ, അപ്പോൾ 4 സെക്കൻഡ് കഴിഞ്ഞ് 5ാമത്തെ സെക്കൻഡിലേക്ക് എത്തുമ്പോഴേക്ക് 10 മീറ്ററായി. 4 സെക്കൻഡ് വരെയുള്ള സമയം കൊണ്ട് 4ാമത്തെ സെക്കൻഡ് വരെ അല്ലെങ്കിൽ 4 സെക്കൻഡ് വരെയുള്ള സമയം കൊണ്ട് 8 മീറ്ററും അതേസമയം 5 സെക്കൻഡ് ആകുമ്പോഴേക്ക് 10 മീറ്ററുമായി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവസാനത്തെ 1 സെക്കൻഡിൽ എത്ര ദൂരം കവർ ചെയ്തു? 2 മീറ്റർ അല്ലേ? 4 സെക്കൻഡ് കൊണ്ട് 8 മീറ്റർ, 5 സെക്കൻഡ് കൊണ്ട് 10 മീറ്റർ. അങ്ങനെയെങ്കിൽ 4ന് ശേഷം 5 സെക്കൻഡ് ആകുന്നവരെയുള്ള അവസാനത്തെ സമയം എത്ര ദൂരം? അല്ലെങ്കിൽ 4 സെക്കൻഡിന് ശേഷം 5ാമത്തെ സെക്കൻഡ് ആകുന്ന ആ 1 സെക്കൻഡ് സമയം കൊണ്ട് അത് 2 മീറ്ററാണ് കവർ ചെയ്യുന്നത്. സോ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ദ ലാസ്റ്റ് സെക്കൻഡ് അല്ലെങ്കിൽ ലാസ്റ്റ് 1 സെക്കൻഡ് ഈസ് എത്ര? 2 മീറ്റർ. അല്ലെങ്കിൽ ഇതിപ്പോൾ നമ്മൾക്ക് n സെക്കൻഡ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡിസ്റ്റൻസ് ട്രാവൽ ഇൻ ദ nth സെക്കൻഡ് ഈസ് 2 മീറ്റർ എന്ന് പറയാം. അപ്പോൾ 5 സെക്കൻഡ് കൊണ്ട് ആണ് ആകെ ദൂരം കവർ ചെയ്തെങ്കിൽ 5ാമത്തെ സെക്കൻഡിൽ 2 മീറ്ററാണ് കവർ ചെയ്ത്. അതുപോലെ n സെക്കൻഡ് സമയം കൊണ്ടാണ് ബിയിലേക്ക് എത്തിയതെങ്കിൽ nth സെക്കൻഡിൽ കവർ ചെയ്ത ദൂരം 2 മീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ we may write the equation for the distance traveled for AB and for the distance traveled AC. വരുമ്പോൾ 5 സെക്കൻഡ് സമയം കൊണ്ട് എയിൽ നിന്ന് ബിയിലേക്ക് എത്തി, 4 സെക്കൻഡ് സമയം കൊണ്ട് എയിൽ നിന്ന് സിയിലേക്ക് എത്തി. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അവസാനത്തെ 1 സെക്കൻഡ് കൊണ്ടാണല്ലോ ഈ 2 മീറ്റർ കവർ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ആ 5ാമത്തെ സെക്കൻഡ് എന്ന് പറയുന്നത് ഇവിടുന്ന് ആരംഭിക്കുന്നത്, ഇവിടുന്ന് ആരംഭിക്കുന്നത് ഇതിന് ശേഷമാണ് അല്ലേ? 5ാമത്തെ സെക്കൻഡ് ആരംഭിക്കുന്നത് ഇവിടുന്ന് ശേഷമായി. ഇവിടെ മുതൽ ഇവിടം വരെ എത്തുന്ന സമയമാണ് എത്ര? അവസാനത്തെ 5ാമത്തെ സെക്കൻഡ് എന്ന് പറയുന്നത്. ആ 5ാമത്തെ മാത്രം സെക്കൻഡിലുള്ള യാത്രയാണ് എത്ര? 2 മീറ്റർ. അപ്പോൾ അത് 5 സെക്കൻഡിന് പകരം nth സെക്കൻഡ് ആയിരുന്നെങ്കിൽ, ആകെ എടുത്ത സമയം എന്ന് പറയുന്നത് n സെക്കൻഡ് ആയിരുന്നെങ്കിൽ nth സെക്കൻഡിലെ അകലം 2 മീറ്ററാണ് നമുക്ക് ജനറലി പറയാൻ കഴിയും. സോ വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഡ്യൂറിങ് n സെക്കൻഡ്സ്? നമുക്കറിയാം AC = ut plus half AT square. ut plus half AT square. അപ്പോൾ ടിക്ക് പകരം നമ്മളുടെ n സെക്കൻഡ് സമയം കൊണ്ടാണ് ഇത് ബിയിലേക്ക് എത്തി സങ്കല്പിക്കുക. അപ്പോൾ ടിക്ക് പകരം നമുക്ക് n കൊടുക്കാം. അങ്ങനെ ut plus half AT square പകരം നമ്മൾ എന്ത് എഴുതുന്നു? un plus half AN square എന്ന് എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ കാണുകയാണ് തൊട്ട് മുമ്പത്തെ സെക്കൻഡിലാണ് അത് എത്ര ദൂരം എത്തുന്നത്? 4 സി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തുന്നത് അല്ലേ? അതായത് 8 മീറ്റർ ദൂരം കവർ ചെയ്യുന്നത്. അപ്പോൾ അത് 1 സെക്കൻഡ് കുറവ് സമയം കൊണ്ടാണ് ഈ പറയുന്ന 8 മീറ്ററിലേക്ക് എത്തുന്നത്. അപ്പോൾ 1 സെക്കൻഡ് കുറയെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത n സെക്കൻഡ് ആണെങ്കിൽ അതിനേക്കാൾ 1 കുറയുമ്പോൾ n-1 സെക്കൻഡ് എന്ന് പറയാം. സോ ഡിസ്പ്ലേസ്മെന്റ് ഡ്യൂറിങ് n-1 സെക്കൻഡ്സ് അതിന് നമ്മൾ S2 എന്ന് പറയുകയാണ്. S2 = u into n-1 plus 1/2 a n-1 the whole square. അപ്പോൾ ലോജിക്ക് വളരെ സിമ്പിളാണ്. എന്താണ്? ആകെ നമുക്ക് 5 സെക്കൻഡ് കൊണ്ട് ഇത്രയും ദൂരം കവർ ചെയ്തു. അതിനേക്കാളും 1 സെക്കൻഡ് കുറവ് 4 സെക്കൻഡാണ് ഈ ദൂരം കവർ ചെയ്ത്. അപ്പോൾ ഇത്രയും ദൂരം 5 ആണെങ്കിൽ 5 സെക്കൻഡ് ആണെങ്കിൽ ഇത് 4 സെക്കൻഡ്. 4 സെക്കൻഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? 5 സെക്കൻഡ് - 1 ആണ്. അതുപോലെ n സെക്കൻഡ് സമയം കൊണ്ടാണ് ഇത്രയും ദൂരം കവർ ചെയ്തെങ്കിൽ അവസാനത്തെ nth സെക്കൻഡ് എങ്ങനെ കാണാൻ പറ്റും? 5 -
4 അല്ലേ, 5 അല്ലെങ്കിൽ 5 സെക്കൻഡ് സമയം കൊണ്ട് ട്രാവൽ ചെയ്ത ദൂരം മൈനസ് 4 സെക്കൻഡ് സമയം കൊണ്ട് ട്രാവൽ ചെയ്ത ദൂരം, അല്ലെങ്കിൽ n സെക്കൻഡ് സമയം കൊണ്ട് ട്രാവൽ ചെയ്ത ദൂരം മൈനസ് n-1 സെക്കൻഡ് സമയം കൊണ്ട് ട്രാവൽ ചെയ്ത ദൂരം. അത് കണ്ട് നമുക്ക് എന്ത് കിട്ടും? അവസാനത്തെ ആ ഒരു സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ദൂരം കിട്ടും. അപ്പോൾ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. n സെക്കൻഡ് സമയം കൊണ്ട് ട്രാവൽ ചെയ്ത ദൂരത്തിൽ നിന്ന് n-1 സെക്കൻഡ് സമയം കൊണ്ട് ട്രാവൽ ചെയ്ത ദൂരം കുറച്ചാൽ അവസാനത്തെ ആ ഒരു സെക്കൻഡിൻ്റെ അല്ലെങ്കിൽ ആ ഒരു nth സെക്കൻഡിൻ്റെ ട്രാവൽ ചെയ്ത ദൂരം കിട്ടും. അപ്പോൾ n സെക്കൻഡ് സമയം കൊണ്ട് un പ്ലസ് ഹാഫ് an സ്ക്വയർ ആണ്. n-1 സെക്കൻഡ് കൊണ്ടാണെങ്കിലോ u ഇൻറ്റു n-1 പ്ലസ് ഹാഫ് a ഇൻറ്റു n-1 സ്ക്വയർ ആണ്. So what is the distance traveled in the nth second? So it should be s1 minus s2. ഇവിടെ s1 എന്ന് പറയുന്നതാണ് n സെക്കൻഡ് സമയം കൊണ്ട് ഉള്ള ദൂരം, s2 എന്ന് പറയുന്നതാണ് n-1 സെക്കൻഡ് സമയം കൊണ്ടുള്ള ദൂരം. അപ്പോൾ 5 സെക്കൻഡ് 4 സെക്കൻഡ് എന്നതിന് പകരം നമ്മൾ n സെക്കൻഡ് എന്നും n-1 സെക്കൻഡ് എന്നും എടുക്കുകയാണ്. And what is s1 minus s2? un plus half an square minus u into n-1 plus half a into n-1 the whole square. രണ്ട് ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി ഒന്നാമത്തെ ഇക്വേഷൻ, അതായത് s1ൻ്റെ ഇക്വേഷൻ നിന്ന് s2ൻ്റെ ഇക്വേഷൻ മൈനസ് ചെയ്യാം. So this is the answer, right? മീൻസ് ഇത് നമ്മൾ ഈ ഒരു പാർട്ട് n-1 നമ്മൾ എക്സ്പാൻഡ് ചെയ്യാണ്. സോ un പ്ലസ് ഹാഫ് an സ്ക്വയർ ഇവിടെയുണ്ട് മൈനസ്, ഇനി u ഇൻറ്റു n-1, u ഇൻറ്റു n ഈസ് un, u ഇൻറ്റു -1 ഈസ് മൈനസ് u, പ്ലസ് 1/2 ഇൻറ്റു a നമ്മൾ a/2 എന്ന് എഴുതി. ഇനി n-1 ദി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യാണ്, n സ്ക്വയർ മൈനസ് 2n പ്ലസ് 1. ഇനി ഇതിൽ നമുക്ക് ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. സോ ദിസ് ഇക്വേഷൻ വിൽ ബി ഈക്വൽ ടു un പ്ലസ് ഹാഫ് an സ്ക്വയർ ഇതുപോലെ ഉണ്ട്. ഇനി മൈനസ് ഇൻറ്റു un ഈസ് മൈനസ് un, മൈനസ് ഇൻറ്റു മൈനസ് u ഈസ് ഈക്വൽ ടു മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് u, ദെൻ മൈനസ് a/2 എന്ന് പറയുമ്പോൾ സോറി പ്ലസ് ഇൻറ്റു മൈനസ് a/2 ഇൻറ്റു ബാക്കി എത്രയുണ്ട് n സ്ക്വയർ മൈനസ് 2n പ്ലസ് 1. അപ്പോൾ ഇവിടെ മൈനസ് ഇൻറ്റു പ്ലസ് ഇത് മൈനസ് ആയിട്ട് മാറി. ഇനി നമുക്ക് a/2നെ മുകളിൽ ആ ബ്രാക്കറ്റിലുള്ള സംഗതി കൊണ്ട് നമുക്ക് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ കോമൺ ആയിട്ട് വരുന്ന ടേംസിനെ നമുക്ക് വെട്ടിക്കളയുന്ന ശേഷം സോ un പ്ലസ് ഹാഫ് an സ്ക്വയർ അല്ലെങ്കിൽ a/2 ഇൻറ്റു n സ്ക്വയർ ആണ് ഇത് എഴുതിയിട്ടുള്ളത്. ദെൻ മൈനസ് un പ്ലസ് u മൈനസ് a/2 ഇൻറ്റു n സ്ക്വയർ, a/2 ഇൻറ്റു n സ്ക്വയർ a/2 n സ്ക്വയർ, then minus a/2 into minus 2n. So minus into minus is plus, therefore plus a/2 into 2n, then plus into minus minus a/2 into 1. So it is a/2 only. ഇനി എന്ത് കാണാൻ പറ്റും? നമുക്കിവിടെ പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകുന്ന കുറച്ച് ടേംസിനെ കണ്ടെത്താൻ പറ്റും. അതിലൊന്നാണ് എന്ത്, പ്ലസ് യു എന്നും മറ്റത് മൈനസ് യു എന്നും, രണ്ടും പരസ്പരം ക്യാൻസൽ ചെയ്യുന്നു. ശേഷം a/2 n സ്ക്വയറും മൈനസ് a/2 n സ്ക്വയറും പരസ്പരം ക്യാൻസൽ ചെയ്യുന്നു. ഓക്കെ, ഇനി എന്താ അവശേഷിക്കുന്നു? സോ വാട്ട് ഈസ് റിമൈനിങ് ഈസ്, അതുപോലെ a/2 ഇൻറ്റു 2n-ലെ 2 ഇൻറ്റും പരസ്പരം ക്യാൻസൽ ചെയ്തു. സോ വാട്ട് ഈസ് റിമൈനിങ് ഈസ് u പ്ലസ് an, ഇവിടെ a ഇൻറ്റു n an മൈനസ് a/2. So S is equal to u plus an minus a/2, and that is equal to u plus a into n minus half. കാര്യം അവിടെ a എന്ന് പറയുന്നത് n-നും അതുപോലെ a/2-നും കോമൺ ആണ്, അതുകൊണ്ട്. So again we may simplify this equation as what? u plus a into 2n minus 1 divided by 2 മാറ്റി എഴുതാം അല്ലേ. ഇവിടെ n minus half 2n minus 1 എഴുതാം.
So 2n minus 1 by 2 എന്ന് എഴുതാം. And that is equal to what? So therefore Sn. So what is Sn? Sn is the displacement in the nth second. അവസാനത്തെ ആ nth സെക്കൻഡിൽ മാത്രം ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങനെ കിട്ടും. എന്ത് കിട്ടും? u പ്ലസ് എ ബൈ ടു ഇൻറ്റു എൻ മൈനസ് 2n മൈനസ് 1. ഈ 2 നമ്മൾ പുറത്തേക്ക് എടുത്തു. സോ ഇറ്റ് ഈസ് എ ബൈ 2. ആൻഡ് വാട്ട് ഈസ് റിമൈനിങ് ഈസ് 2n മൈനസ് 1. സോ u plus a by 2 into 2n minus 1 is the displacement of the body in the nth second. So this is a very important relation with regard to a body which is in accelerator motion. So with this we are winding up here. Thank you for watching.